നല്ല മനോഹരമായ ഒരുപാട് പൂക്കളും ചെടികളും പഴങ്ങളും കിളികളും ഒക്കെയുള്ള ചുറ്റുപാട് അതായിരുന്നു നമ്മുടെ സ്വപ്നം ഈ വീട് വെക്കുമ്പോൾ ട്ടോ. അതിന്റെ ഭാഗമായിട്ട് വീട് പണിയുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഒരുപാട് ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് കുറവുള്ള ദിവസം ഇതുപോലെ കുറച്ച് കത്തിയും കടാരയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ കുത്തലും മാന്തലും ഇളക്കലും പറക്കലും വെക്കലും ഒക്കെ ആയിട്ട് ആ പരിപാടി കഴിയുമ്പോഴേക്കും ഞാനൊരു പോസിറ്റീവ് വൈബ് ഇങ്ങോട്ട് നേടിയെടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നും. കാലത്ത് എണീറ്റപ്പോൾ ഇച്ചിരി മൂഡ് കുറവ്. നമ്മുടെ വികാരങ്ങൾ നമ്മളെ ഭരിച്ചുകൂടാ, നമ്മൾ അവരെ ഭരിക്കണം. അതിന്റെ ഒരു തയ്യാറെടുപ്പ് എന്നോണം ഇവിടെ നമുക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് ഏരിയയിലത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് നാൾ മുന്നേ വളരെ ആഗ്രഹിച്ച് നട്ടതാണ് ഈ പേൾ ഗ്രാസ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കത് അങ്ങോട്ട് ഭംഗി പോരാന്ന് തോന്നിയപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളയാന്ന് വിചാരിച്ചു. ഒരു 2 കലാത്തിയാൽ ഊട്ടിയുടെ തൈ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അത് വന്നപ്പോൾ ഞാൻ ഒരു 5-6 മണ്ണുത്തി പോയിട്ട് എക്സ്ട്രാ മേടിച്ച് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് ചെടികൾ ഇവിടെ വെച്ചിട്ടും സെറ്റ് ആവണില്ല. പച്ചമുളകൊക്കെ വയ്ക്കുമ്പോൾ 2-3 ഉണ്ടാവും. പിന്നെ അത് അങ്ങോട്ട് മുരടിക്കും. എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഇരിക്കുന്ന തോന്നിയപ്പോൾ ഞാൻ എല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കലാത്തിയാൽ ഊട്ടി അങ്ങോട്ട് നട്ടു. പിന്നെ 1-2 മുളക് തൈകൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ പെയിന്റ് അടിക്കുക എന്നുള്ളത്. പണ്ട് വീടിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വീടിൻ്റെ ഉള്ളിൽ പെയിന്റ് അടിക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ കാണുന്ന ഏരിയയിലൊക്കെയാണ് ഞാൻ എൻ്റെ പെയിന്റ് പ്രയോഗം നടത്താറുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പെയിന്റും പാട്ടകൾ ഇരിക്കുന്നുണ്ടാവും. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യും. എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും. എന്നിട്ട് ഫൈനൽ ലുക്ക് കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് നിർവൃതി അടഞ്ഞ് ആ ദിവസം കിടന്നുറങ്ങുക എന്നുള്ളതാണ് ആ മൂഡ് ഓഫ് മാറ്റാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാധി എന്ന് പറയുന്നത്. അപ്പം മുകളിൽ നമ്മൾ ഈ ലൈറ്റ് ഒരു പേസ്റ്റൽ കളർ ബ്ലൂവിൻ്റെ ഒരു പെയിന്റും താഴത്ത് നമ്മൾ ഗ്രേ കളർ ഒരു സിമെന്റിന്റെ കളർ ഉണ്ടല്ലോ അതിന്റെ പെയിന്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മത്ത കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പുത്രൻ വന്നത്. പുത്രൻ വന്ന് ബാക്കിയുള്ള പണികൾ അവൻ എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ കൂട്ടാണ്ട് അമ്മ പെയിന്റ് അടിച്ചൂലേ എന്നായിരുന്നു പിന്നെയുള്ള പരാതി. എന്നാ പിന്നെ പിന്നാമ്പറം നിനക്ക് എഴുതി വെച്ച് തന്നിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗം കൂടി അവനെ കൊണ്ട് പെയിന്റ് അടിപ്പിച്ചിട്ടാണ് നമ്മൾ പെയിന്റ് അടി പരിപാടി നിർത്തിയത് കേട്ടോ. ഇച്ചിരി മനസ്സമാധാനം കിട്ടിയപ്പോൾ നിർത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർ വന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ മാളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി തന്നത്. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ഭാഗമായിട്ടേ തോന്നുള്ളൂ. ആ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് അതിന്റെ ഉള്ളിൽ നല്ല കറുത്ത മണ്ണൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായി. പിന്നെ ഇത്തിരി പൂച്ചെടികളാവാണ്ട് നമുക്ക് എന്താ ആഘോഷം. പിന്നെ വെങ്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെ ശവനാറിയത് നമ്മുടെ നാട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് നല്ല പേരുകളാണ് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഉഷമല്ലരി അതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവരെല്ലാവരും ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൂക്കൾ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി മനസ്സമാധാനം കിട്ടി.